ഈ കടൽ കണ്ടപ്പോൾ മനസ്സിൽ വന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ കുറേ വെള്ളച്ചാട്ടമുണ്ട്, വാട്ടർഫോൾസ്. പക്ഷേ ഇവിടെ UAE കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകുന്ന ഒരു വാട്ടർഫോൾ ഇല്ല. ഇവിടെ ഒരു മഴ പെയ്താൽ മാത്രമാണ് നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണത്. പക്ഷെ ഇത് UAE ആണ്. ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി. അങ്ങനെ ഇവർ അത് നിർമ്മിച്ചു, ദ മാൻ മെയ്ഡ് വാട്ടർഫോൾ. ഇത് അവർ നിർമ്മിച്ചത് നാച്ചുറലായിട്ട് ഉണ്ടായിരുന്ന ഒരു മൗണ്ടൻ, അവർ ആ മൗണ്ടനിൽ പണിതിട്ടാണ് അവർ ഈ വാട്ടർഫോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇവർ വാട്ടർഫോളിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റ് കാണിച്ചു തരാം. ഇതുവഴിയാണ് അതിൻ്റെ എൻട്രി വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ഇതുവഴി പോയാൽ മേളിൽ ആ വാട്ടർഫോളിൻ്റെ അവിടെയായിട്ട് നമുക്ക് ഈ വാട്ടർഫോൾ അകത്തുനിന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റും. 2020 ഇവർ ഈ വാട്ടർഫോൾ നിർമ്മിച്ചത്. അതേ സമയം തന്നെ ഇവർ ഇതിൻ്റെ അടുത്ത് വേറൊരു കാര്യം നിർമ്മിച്ചു. റോമൻ ആർക്കിടെക്ചർ കണ്ട് ഇൻസ്പയർ ആയാണ് ഇവർ ഈ ആംഫി തിയേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. റോമൻ കൾച്ചറും ഇവരെ UAE കൾച്ചറും ഒരുമിച്ച് ചേർത്താണ് ഇവരിത് പണിതിരിക്കുന്നത്. അവരിത് മാത്രം കണ്ടല്ല, ഇവരിതും കൂടെ മിക്സ് ചെയ്ത് ഇവരുണ്ടാക്കിയെടുത്ത് തീർത്തയാണ്. ഇവിടെ ഫങ്ഷൻസ്, കൾച്ചറൽ ഫങ്ഷൻസ്, ആർട്സ് ഇവൻറ്റ്സ് ഇതൊക്കെ നടത്താൻ പറ്റിയൊരു ഓപ്പൺ തിയേറ്ററാണിത്. ഇവർക്ക് ഏകദേശം 3500ഓളം ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഇവൻറ്റ് ഫങ്ഷൻസ് ഒക്കെ ഇവിടെ നടത്താൻ പറ്റും. അപ്പം നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കി, ഇവരെ പുസ്തകത്തിൽ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. വാട്ടർഫോൾ ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് അവർ സ്വന്തമായിട്ട് വാട്ടർഫോൾ നിർമ്മിച്ചെടുത്ത് ഇവരെ കഴിവ് നോക്കണം. അപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും കാര്യം നിങ്ങൾ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ അതിനൊരു ട്രൈ ചെയ്ത് കൊടുത്ത് നോക്കാം. എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് വഴിയാണ് അത് നടക്കണേന്ന് പറയാൻ പറ്റില്ല. നിങ്ങളെ ടൈമും വന്നു കഴിഞ്ഞു. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ